അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനൂഫ വേർഡ്. നമ്മുടെ ജീവിതത്തെ ആരോഗ്യകരമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മനസ്സമാധാനം, സ്വസ്ഥത, സന്തോഷം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി ഈ എപ്പിസോഡുകളൊക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായ ഒരു പരിഹാരത്തേക്ക് എത്താൻ സാധിക്കും. ആങ്കർ എന്നുള്ള ഫീലിങ്സിനെ കുറിച്ച് നാം പറഞ്ഞു, ദേഷ്യത്തിന് കാരണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതെപ്പോൾ ഓണാകുന്നതെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നത്. എൻ്റെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന വിഷയത്തെ മറ്റൊരാൾ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഓണാകും. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിഞ്ഞു, നിനക്ക് കഴിഞ്ഞില്ല, കഴിയാത്തതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എൻ്റെ പ്രതികരണം ദേഷ്യമായി മാറുന്നതാണ്. അത് വലിയൊരു സംഭവമൊന്നുമല്ല, അതിനിപ്പോൾ എന്താ അത്രമാത്രമുള്ള എന്ന തരത്തിൽ ദേഷ്യപ്പെട്ടു പറയുക. അയാളുടെ ഉള്ളിൽ എന്തോ ഒരു കുറവുകൾ, അതിനെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ദേഷ്യം ക്രിയേറ്റ് ചെയ്തു തരുന്നത്. നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എപ്പിസോഡിൽ 4 കാരണങ്ങളിൽ എന്തൊക്കെയോ ഒരു കുറവ് നിൻ്റെ കൂടെ ഉണ്ട്, അത് കണ്ടെത്തുക. എന്നാലേ എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫക്റ്റ് ചെയ്യുന്നത് എനിക്ക് സാധിക്കും. ദേഷ്യത്തെ എങ്ങനെ മാനേജ് ചെയ്യുക? ഒബ്സർവിങ്. ദേഷ്യം വന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ തന്നെ ഒബ്സർവ് ചെയ്യുക. ദേഷ്യത്തിനാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, പ്രകടനം ചെയ്തു കഴിഞ്ഞ്, എന്നിട്ട് ദേഷ്യം കുറഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കാണിച്ചു കൂട്ടിയത് എന്ന് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുക. അത് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യാനും സാധിക്കും. ദേഷ്യം വന്നപ്പോൾ എൻ്റെ മുഖങ്ങളൊക്കെ ചുവന്നു കിടക്കുന്നു, സ്ട്രോങ് ആയിരുന്നു. ആ സമയത്ത് കൈകളൊക്കെ ബലിഷ്ഠമായി പിടിച്ചിരുന്നു, എൻ്റെ വാക്കുകളൊക്കെ മാറി, എൻ്റെ വസ്ത്രങ്ങളൊക്കെ മുമ്പുണ്ടായ രീതിയിലല്ലായിരുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് നമുക്കൊന്ന് ഓർത്തെടുത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നീട് ദേഷ്യം വരുന്ന സമയത്തും എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഡ്യൂറിങ് ആങ്കർ എക്സ്പ്രഷൻ തിരിച്ചറിയാൻ സാധിക്കും. അതിനെ കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുമാണ്. ദേഷ്യം എനിക്ക് അപകടമുള്ളതാണെന്ന് അറിയുന്ന ഞാൻ സ്വാഭാവികമായും അതൊരു കോൺഷ്യസ് എഫേർട്ട് അല്ലാത്ത രീതിയിൽ ഈ പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്നതോടെ നമ്മുടെ ദേഷ്യം ഘട്ടഘട്ടമായി കുറയുന്നതാണ്. അതായത് ഞാൻ എന്നെ കുറച്ച് കൂടുതൽ അവെയർ ആകുന്നതാണ്. സ്വാഭാവികമായി ദേഷ്യം വന്നാൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഞാനറിയുന്നില്ല. മറ്റാരെങ്കിലും പിന്നീട് പറയും, ഭാര്യ പിന്നീട് പറയും, എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്ന്. അപ്പോൾ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു, എന്നാൽ ഞാൻ കുറച്ച് നിർത്താൻ എന്ന രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയെ ഞാൻ തന്നെ എടുക്കുന്നതാണ്. പ്രാക്ടിക്കലായി കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യം എപ്പോഴാണ് ഓണാകുന്നതെന്നും ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ദേഷ്യം റെഡ്യൂസ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് അടുത്ത ഒരു എപ്പിസോഡിലൂടെ ഞാൻ പറയുന്നതാണ്. കാത്തിരിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.